ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മുടെ ഹൈവേയുടെ പണിയിൽ നമ്മ സ്ഥിരം പോയിരുന്ന ടിപ്പർ ടാറിംഗ് റോഡ് റിമൂവ് ചെയ്താണ് കാണുന്നത്. ടാറിങ് മൊത്തം ഈ മെഷീൻ വെച്ചോണ്ട്, മില്ലിംഗ് മെഷീൻ എന്നാണ് ഈ സംഭവത്തിന്റെ പേര്. ദിനേശ് യാദവ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹമാണ് ഇതിന്റെ ഓപ്പറേറ്റർ. താങ്കളുടെ ഓപ്പറേറ്റർ ആണ് ഇതിന്റെ മെഷീനാണ്. ഓക്കെ, അപ്പൊ ദിനേശ് യാദവ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ ടാറിങ്ങിനെ നമ്മുടെ മുമ്പ് അടിപൊളിയായിട്ട് പോയിരുന്ന ടാറിങ്ങിനെ മൊത്തം റിമൂവ് ചെയ്യാണ് ഈ കാണുന്നത്. അതിന്റെ ബില്ലിംഗ് മെഷീനാണ് ഈ കാണുന്നത്. ഓക്കെ ഓക്കെ, ഇദ്ദേഹം ഇതിന്റെ ഓപ്പറേറ്റർ ആട്ടാ. അപ്പൊ ഇത് വർക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാട്ടോ. അതുപോലെ തന്നെ ഈ ടാറിങ്ങിനെ 90 എത്ര സെന്റിമീറ്റർ എത്ര സെന്റിമീറ്റർ കിतना സെന്റിമീറ്റർ 1 മീറ്റർ 1 മീറ്റർ വീതിയിൽ ഡെപ്ത് 200 mm. 20 സെന്റിമീറ്റർ 200 mm ആണ് പറയുന്നത്. 200 mm അതായത് 20 സെന്റിമീറ്റർ കനത്തിലും 1 മീറ്റർ വിക്തിലും ആണ് ടാറിങ്ങിനെ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ടോർസിലേക്ക് കയറ്റുന്നത്. എത്ര ടോർസ് ആണത്? യൂണിറ്റ് 30 ടൺ. ഓക്കെ, 30 ടണ്ണിന്റെ ടോർസ് ആണത്. ആ ടോർസിലേക്കാണ് ഈ സ്റ്റാറിങ്ങിനെ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് കിടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അവർ നേരം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, ആ ഇമ്രാൻ ആയേ, നമ്മുടെ ഇമ്രാൻ കേട്ടോ. അതിന്റെ സൂപ്പർവൈസിങ് ഇമ്രാനാണ്. ഇമ്രാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര വണ്ടികളാണ് പോകുന്നത്, അതിന്റെ കറക്റ്റ് കണക്കൊക്കെ എടുക്കുന്നത് നമ്മളെ ഇമ്രാൻ ഭായി ആണ്. ഇത് ഇമ്രാനാണ്. യു പി അല്ലേ? ഇമ്രാൻ യു പി ആണ്. യു പി കാരനാണ്. ഇദ്ദേഹമാണ് ഓരോ വണ്ടിയുടെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എത്ര യൂണിറ്റ് ഇവിടുന്ന് പോകുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. 30 ടണ്ണാണ് അതിന്റെ ലോഡ് കപ്പാസിറ്റി. ഓപ്പറേറ്റിംഗ് ആണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ആള് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. നമുക്കപ്പോ മെഷീന്റെ ഉള്ളിലേക്ക് ആയിട്ടൊന്ന് കാണാം. ഓക്കെ, ടാർ വീഴുന്നാട്ടാ കാണുന്നത്. നമ്മ മുമ്പ് ചെയ്തിട്ടുള്ള ടാറിങ്, അതായത് മെട്രോട് കൂടി പമ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ടോർസിൽ കേട്ടാ 30 ടണ്ണിന്റെ ടോർസിലേക്കാണ് കേട്ടുന്നത് കേട്ടാ. ഈ ഒരു മെഷീനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ മെഷീനത്തിൻ്റെ അകത്ത് 600 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ടാങ്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്, ഈ മെഷീനത്തിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു ടാറിങ്ങിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ വെള്ളം കൂടിയും അതിനകത്ത് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ 600 ലിറ്റർ കപ്പാസിറ്റി വെള്ളം ശേഖരിക്കാനുള്ള ടാങ്കും കൂടിയും ഈ ഒരു മെഷീനത്തിൻ്റെ അകത്തുണ്ട്. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടും കൂടിയാണ് ഇതിനെ ടാറിങ്ങിനെ റിമൂവ് ചെയ്യണം കേട്ടോ. വെള്ളം കൂടിയും വേണം ഈ ടാറിങ്ങിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നതിന് കേട്ടോ. ഓക്കെ.